മറ്റൊരു യാത്രക്കായി നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ്? അലക്ഷ്യമായ യാത്ര, ലക്ഷ്യങ്ങളില്ലാത്ത യാത്ര. നമ്മുടെ ഗൈഡ് മിസ്റ്റർ ഇസ്മായിൽ എങ്ങോട്ടേക്ക് പോകണമെന്ന് നോമ്പ് പറയും. അങ്ങോട്ടേക്ക് ഇന്നലെ രാത്രി നമ്മള് സ്ലിപ്പെല്ലാം അടിച്ച് അതിന്റെ ഒരു ഹാങ്ങോവറിൽ രാവിലെ കഴിഞ്ഞ് ആ ക്ഷീണം ഒന്നുകൊണ്ട് മാറ്റാം. ചായ മുളക് മുളക് പിന്നെ മുട്ട. ഇതാണ് കരയത്തുംപാറ. കരയത്തുംപാറ നേരെ പോയി കഴിഞ്ഞാൽ കക്കയുണ്ടാവും. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കക്കയം ഡാം ഭാഗത്തേക്ക് നമ്മൾ പോകണം. ഒരു ഫോട്ടോ എടുക്കണം. ഭംഗിയില്ലേ? ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ റിലാക്സേഷൻ. നല്ല കോട, കാർമേഘം. അവിടെ മഴ ഉണ്ട്. കൂട്ടാ ശരിയായല്ലോ. കക്കയം ഡാമിൻ്റെ സോവറിലേക്ക് പോകുന്ന വഴി ചെറിയൊരു മഴ പെയ്ത് നല്ല ഭംഗി. ശരിയായ രസമാണ്. അപ്പൊ നമ്മളുള്ളത് കക്കയം ഡാമിന്റെ പരിസരത്തന്നെ. എന്ത് രസാന്നറിയാം. ഒരൊത്ത മഴ പെയ്ത് ചുറ്റിന് കോട, ചാറ്റൽ മഴ, പച്ചപ്പ് എല്ലാം കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലം. ചാറ്റൽ മഴ, തണുപ്പ് അത്ര ഇല്ലേ. നമ്മൾ കാര്യം പറയാനെല്ലാം പറയണല്ലോ. തണുപ്പ് അത്ര, പക്ഷെ നല്ല ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ട്. എന്തോ നാശിക്കിന്റെ അഭിപ്രായം എന്താ? അടിപൊളി അല്ല? നാട്ടിലിപ്പോ നോക്കുമ്പോ നല്ല വെയിലാണ്. അതെ അതെ. ആ നിലക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മുതലാ. പ്രത്യേകിച്ച് ഇപ്പൊ ഡേഞ്ചർ റെഡ് അലേർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അസി വരാ ഓരോരുത്തരുണ്ടാക്കുക സേഫ്റ്റി എല്ലാം നോക്കിട്ട് വരും. അതെ, കാരണം മഴക്കാലാണ്. ഫാമിലിനെ കുറിച്ച് വരുന്നേ ഇല്ല. ഇപ്പൊ മുന്നേ എന്താക്കുക 4 ഇവിടെ എന്താവും ഇങ്ങോട്ടേക്കുള്ള എൻട്രി. അതെ, ടിക്കറ്റ് കൊടുക്കൽ നിൽക്കും. പിന്നെ 5:30 ക്ലോസ് ചെയ്യും. ആ സമയത്ത് വരണം. അതിന് മുന്നേ വരണം വരുന്നതാണെങ്കിൽ. അതാണ് അതിന്റെ ഒരു ഭംഗി. ഇനി മേലോട്ട് പോയാലല്ല. അതേ സ്ഥാനത്ത് മഞ്ഞും മലകളും കാണാൻ ആഗ്രഹമാണെങ്കിലും ഉറപ്പായിട്ടും 6 മണിക്ക് മുന്നേ എപ്പം വന്നാൽ പേടിച്ച് നമുക്ക് കാണാം. അത്രേ. നമ്മുടെ ചൂടും നല്ല റിലാക്സ് ആയിട്ട് ഉണ്ടാക്കുക. പച്ചപ്പിന്റെ നാളുകളാ ഈ മഴയെല്ലാം പെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു കോടയെല്ലാം നിങ്ങള് നേത്രാവതി ട്രക്കിങ്ങിന് പോയപ്പോ താഴെക്കാണ് ഒരു ഭാഗം പച്ച, ഒരു ഭാഗം മഞ്ഞായിട്ട് അതിന്റെ ഒരു വേറെ ഒരു ഓപ്പോസിറ്റ്. പക്ഷെ നമ്മൾ ഓർക്കണം മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ നല്ല വെള്ളമായി. നമ്മുടെ യാത്ര ഇങ്ങനെ ഏതാ സ്ഥലങ്ങളിൽ മേലെ കാണാൻ ഭംഗി നോക്കി. ആഹാ, സൺസെറ്റ് ഒക്കെ കാണുന്ന സ്ഥലം. നല്ല രസമുണ്ട്.
വീട്ടിലെ മഞ്ച് കക്കയുണ്ടാകുമ്പോൾ കാണാണ്ട് പോയിക്കൂടല്ലേ അങ്ങനെ കക്കയുണ്ടാകുമ്പോൾ ബോട്ട് കാര്യങ്ങളുണ്ട് സ്പീഡ് ബോട്ടിലുണ്ട് വേറെ ഗവി പോയാലില്ലേ അടുത്ത വ്ളോഗ് ഇനിയും വരും സന്ധിക്കും വരെ വണക്കം കൊടുക്കല്ല നമ്മൾ ഭക്ഷണം കഴിക്കണം ഉണ്ട് ഓക്കെ അടിയങ്ങാടുള്ള ലൈവ് തട്ടുകട